ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, അനദർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സൺഡേയിലാണിത് കേട്ടോ, സൺഡേയിലത്തെയാണ്. ഞാനെന്നും രാവിലെ എഴുന്നേൽക്കുന്നതാണ് കഥകളിക്ക് പോകാനുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് കഥകളിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി ലേറ്റായി. 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ 7 എണീറ്റപ്പോൾ എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു എന്നത്തെയും കൂട്ട് നമ്മൾ കുളിക്കാൻ തന്നെ പോകുന്നു. സൺഡേ പോലും മൺഡേ പോലും ഏത് ഡേ പോലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ വന്നങ്ങ് കുളിക്കുകയാണ് ചെയ്യുന്നത് മിക്ക ദിവസവും. ചില ദിവസങ്ങളിലേ ഉള്ളൂ അതൊന്ന് ലേറ്റ് ആവുന്നത്. കുളിച്ചിട്ട് നിന്നില്ലെങ്കിൽ എന്തോ പോലെയാണ് എനിക്ക് രാവിലെ. എന്നാൽ ചില ദിവസങ്ങളിൽ നേരെ തിരിഞ്ഞ് വരാറുണ്ട്. നമ്മൾ ഇതൊക്കെ എന്നും ഒരേപോലെ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നും ഇല്ല, മനുഷ്യരല്ലേ. ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇന്നിപ്പം 10 മണിക്ക് എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. കാരണം സൺഡേ ദിവസവും ഉണ്ട്. 10ാം ക്ലാസ്സുകാരുള്ളത് കൊണ്ട് നമുക്ക് ഒഴിവ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, പോർഷൻസ് ഒക്കെ തീർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് 10 മണിക്ക് പോകണം. അതിന് മുമ്പ് എണീറ്റിട്ട് നേരെ നമ്മൾ കുളിക്കാൻ പോകുന്നു. കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. അപ്പം അതിനാണ് നേരത്തെ അലാറം വെച്ച് എണീക്കണം എന്നൊക്കെ കരുതി എല്ലാം പോയി നടന്നില്ല. അപ്പോൾ ഇനിയിപ്പം പോയിട്ട് മഴയാണെങ്കിൽ പോലും, മഴയാണ് നല്ല, പക്ഷെ എങ്കിലും കുറച്ച് തുണി അലക്കിയിടണം. തുണി അലക്കിയിട്ടതിന് ശേഷം കുളിച്ച് റെഡിയായി ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, എന്നിട്ട് പോകണം. ഇന്നും ഒരു തിരക്ക് പിടിച്ച ദിവസമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതോ കാഷ്വൽ ഡേ ആണോ, എന്തൊക്കെ ചെയ്യും, മടിയായിരിക്കും, ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാം. നമ്മൾ തുണി കുറച്ചെടുത്തു, എന്നിട്ട് കുറച്ച് അപ്പുറത്ത് കിടപ്പുണ്ട്. അതെല്ലാം കൂടെ അലക്കാനായിട്ട് പോകും. അലക്കണം, കുളിക്കണം. ഇതാണ് ആദ്യത്തെ പ്ലാനിങ്. പക്ഷേ തുണി അലക്കാൻ പോകുന്നിടത്തോട്ട് ഫോൺ നമ്മൾ കൊണ്ടുപോകുന്നില്ല. കാരണം അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫോൺ വെക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വീടിൻ്റെ മേളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നതുകൊണ്ട് അവിടെ ഫോൺ വെക്കാൻ പറ്റത്തില്ല, നനയും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മളിത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമുക്ക് അലക്കിയിട്ട് വന്ന് കാണാം. ഇനിയുണ്ട്, കുറേ ഉണ്ട്. സോപ്പ് പൊടിയുണ്ട്. നമ്മൾ തുണിയൊക്കെ അലക്കി വിരിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. വെയിലുണ്ടോ ഇല്ലയോ എന്ന് തമ്പുരാൻ അറിയാം. നല്ല മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങ് കഴുകിയിട്ടേക്കാം. ഇടയ്ക്ക് തോർച്ച് വരുമ്പോഴേ ഉണക്കിയെടുക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഇനി നമ്മൾ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് ഞാൻ മുറ്റം അടിക്കണമെന്ന് കരുതിയതാണേ. മുറ്റം കൂടെ അടിച്ചിട്ട് കുളിച്ചാൽ അതങ്ങ് കഴിയുമല്ലോ. പക്ഷേ സമയമില്ല, 8:25 കഴിഞ്ഞു. അപ്പോൾ ഇനി കാപ്പിയും കൂടെ ആക്കേണ്ടത് കൊണ്ട് നമുക്ക് മുറ്റം അടി വൈകിട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് റെഡിയാവാം. കാരണം എനിക്ക് 10 മണിയാകുമ്പോഴത്തേനും പോകണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഓക്കെ, ഇനി ചമ്മന്തി ഉണ്ടാക്കണം. ദോശയാണ്. അപ്പം ദോശയ്ക്ക് സാമ്പാറൊന്നുമില്ല, പകരം ചമ്മന്തി, വെള്ള ചമ്മന്തി അതുണ്ടാക്കണം. ചായ ഇടണം, കഴിക്കണം, പോകണം. ഇവിടെ നമുക്ക് ദോശയ്ക്കുള്ള ദോശമാവ് എടുത്തു വെച്ചു. ചമ്മന്തിക്കറിക്കുള്ളത് അരച്ച് വെച്ചു. ഇവിടെ കുറച്ച് സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓംലെറ്റ് അതും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും കുരുമുളക് പൊടിയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എന്നിട്ട് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ ഇടണം. പിന്നെന്തുവായിരുന്നു, നമ്മുടെ ദോശ ചൂടണം. എൻ്റെ ഈ ഒച്ചയടപ്പ് മാറാൻ വേണ്ടി എനിക്ക് തോന്നി ഞാനിനി എൻ്റെ തന്നെ കണ്ടെങ്കിലേ മാറത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇരുന്നിട്ടിപ്പോഴും സ്ഥിരമാണല്ലോ ഈ ഒച്ചയടപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോയി എൻ്റെ കണ്ട് ആൻറ്റിബയോട്ടിക് എടുത്തെങ്കിലേ ഇനി അത് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൗണ്ട് ഇങ്ങനെ ഇരിക്കും. എൻ്റെ നല്ല സൗണ്ട് എവിടെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് മാത്രം ഒന്ന് വരും. പിന്നെ ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സത്യത്തിൽ ആൻറ്റിബയോട്ടിക് കഴിക്കാനങ്ങ് മടിയാണ്. പക്ഷേ നിവർത്തി കെട്ടാൽ അത് വേണ്ടി വരും. എന്ത് ചെയ്യാനാണ്. നേരത്തെ എനിക്ക് ഈ ദോശ ഇഷ്ടമല്ലായിരുന്നേ. എനിക്ക് ശരിക്കും ഭക്ഷണത്തിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് എന്നൊന്നും പറയാനെ കൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നോൺ വെജുകളൊന്നും അധികം അങ്ങനെ കഴിക്കലില്ല. മീൻ കുറച്ച് നാളായിട്ടുള്ളൂ മീൻ തന്നെ കഴിച്ചു തുടങ്ങിയിട്ട്. അതും മീൻ വറുത്തതിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫേവറേറ്റ് ഫുഡെന്നൊന്നും പറയാനെ കൊണ്ടില്ല സത്യത്തിൽ. ചോറും പോലും ഇഷ്ടമാണ്, പണ്ടോട്ടേ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഈ എന്തായിരുന്നു ദോശയോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണോ കുറച്ച് ആളുണ്ട് ഇഷ്ടമുണ്ട്. കാരണം എന്താണെന്നറിയോ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അപ്പം മടിച്ചായിട്ടുണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യാൻ. ഇതാകുമ്പം കോരി ഒഴിച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. ഒരു 4 or 5 ഒക്കെ മതിയല്ലോ ഇവിടെ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിനോട് വലിയ ഇഷ്ടമുണ്ട്. അപ്പോൾ പിന്നെന്താ, നമുക്കിതിനിടയ്ക്ക് മറ്റേ മുട്ടയും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഞാനിന്നൊരല്പം മൂടിയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ആക്റ്റീവ് തോന്നുന്നില്ല.
ബട്ട് ഇങ്ങനെയാണല്ലോ, കാഷ്വലി എല്ലായ്പ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണമെന്നില്ല, എല്ലായ്പ്പോഴും നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എല്ലാം ഇങ്ങനെ ആ ഒരു സമയമാണ്. ഓംലെറ്റിനുള്ളത് ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്കതിങ്ങനെ ചോദിച്ചിങ്ങനെ കൊടുക്കാം. എനിക്കിഷ്ടമാണ് ദോശയുടെ കൂടെ ഓംലെറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തട്ടുകടയെ പോലെ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എത്ര വിചാരിച്ചിട്ടും. തട്ടുകടയിലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. ഈ ചൂട് ദോശയും ഓംലെറ്റും പിന്നെന്തുവാ ചമ്മന്തി. ചായ നന്നായിട്ട് പതച്ച് വരണം. നമ്മൾ മറ്റേ എന്തോ ചായക്കടയിലൊക്കെ ഒഴിക്കുന്നതാണല്ലേ, എനിക്ക് അതുപോലെ പറ്റൂല. പക്ഷേ എനിക്ക് പതച്ച ചായ എനിക്കിഷ്ടം. നല്ല ചൂടും വേണം, നല്ല പതച്ച ചായയും വേണം. എന്തുവാടെ? അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ചൂട് ചായ. എനിക്ക് വേണ്ടത് ഇതാണ്. നല്ല തൊണ്ടയ്ക്ക് ഏറ്റവും നല്ലല്ലേ ചൂട് ചായ. പിന്നെ വേണ്ട നമ്മുടെ 2 ദോശ, നമ്മുടെ ഓംലെറ്റ്, ചട്നി. എന്നിട്ട് നമ്മൾ ഈ കുറച്ച് ദോശ എടുത്തു. എന്നിട്ട് ഞാൻ കഴിക്കുന്നതാണേ പറയുന്നത്. ഈ എന്തായിരുന്നു ഓംലെറ്റിനെ കുറച്ചെടുത്തു, ദോശയ്ക്കകത്തി വെച്ചു. ചമ്മന്തിയിൽ ഇങ്ങനെ അങ്ങോട്ട് മുക്കി. അങ്ങനെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചമ്മന്തിയുടെ കറിയായിട്ടിരിക്കല്ലേ, ഇങ്ങനെ ഇരിക്കണം, അതാ ഇഷ്ടം. എന്നിട്ട് അങ്ങോട്ട് കഴിക്കണം. എൻ്റെ അമ്മോ, നല്ല വിശപ്പും വന്നായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട്. ഓംലെറ്റിന് നല്ല ടേസ്റ്റ് തോന്നുന്നു. എന്നിട്ട് നിങ്ങളൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാണുമോ? ആർക്കറിയാം അല്ലേ, കഴിഞ്ഞ് കാണുമായിരിക്കും ചായ. ഞാനിനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, വേഗം കഴിച്ചിട്ട് നമുക്ക് ഒരുങ്ങണം, പോകണം. നമ്മുടെ പിള്ളേരൊക്കെ കൃത്യസമയം 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10-ന് വരും. കുറേ നടക്കുകയും ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി ഗൈസ്. പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോട്ട് എടുത്തിട്ടേ. ശരിക്കും എനിക്ക് കുട പിടിച്ചുകൊണ്ട് പോകുന്ന ഇഷ്ടമല്ല, ഇതാകുമ്പോൾ എടുത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. പക്ഷേ ഇറങ്ങി വരുന്ന വഴിക്ക് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഊരണ്ട, ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തുവായിരുന്നു മഴ പെയ്യുവാണെങ്കിൽ പിന്നെ എടുത്ത് റിപ്പീറ്റ് ഇടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കോട്ട് വിട്ടിട്ട് ഇങ്ങനെ നടന്നു. ശരിക്കും ഇതൊരു പട്ടിഷോ അല്ല, മഴച്ചാറ്റിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, എൻ്റെ ദേഹത്ത് മുഖത്തൊക്കെ വീഴുന്നുണ്ട് മഴത്തുള്ളി. കൊള്ളാമല്ലേ, എൻ്റെ മുഖം കാണാമല്ലോ. നമ്മളെന്നും നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച്, കഴിഞ്ഞ ദിവസം എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഭാഗമാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി, നല്ല രസമല്ലേ കാണാനെ കൊണ്ട് റോഡ്. പിന്നെ നമ്മളെപ്പോഴും ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്ന് നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. ദേ ഈ ഒരു വഴി നോക്കി, എന്ത് രസമുണ്ട് കാണാനെ കൊണ്ട്. വയൽ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്, ഞാനും പിള്ളേരും വരാറുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളെ എനിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നേ. അപ്പം അന്നേരം ഫോട്ടോ ഒക്കെ എടുക്കാനെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ ഒരു വഴി ഇങ്ങനെ നടന്നു പോവും. ശരിക്കും നമ്മളെന്നും ഈ വഴിയാണ് നടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് കണ്ടപ്പം, വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു, ഇന്ന് കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നലായിരിക്കാം. അപ്പോൾ അങ്ങനെ നല്ല ചിലപ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരിക്കേ. അറിയാം, എല്ലാവർക്കും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും വിചാരിക്കും, എനിക്ക് അങ്ങനെയൊക്കെ വിചാരമുണ്ട് കേട്ടോ. ഇവരിത് കാണുമ്പോഴത്തേനും വിചാരിക്കും ഇവളെന്ത് വട്ട് പിടിച്ച് ഒറ്റയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലെയാണ് നമ്മൾ വരുന്നത്. കുറേ നേരം കൊണ്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. 10 ആകാറായി, കറക്റ്റ് 10-ലോട്ട് എത്താറായി. നമ്മൾ എത്താറായി കേട്ടോ. ഇനി ഒരു 2 സ്റ്റെപ്പ് കൂടെ വെച്ചാൽ എത്തും. നമ്മൾ നമ്മുടെ സെൻറ്ററിൻ്റെ അടുത്തോട്ട് നടന്നു വന്നപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷകരമായ കാര്യം നടന്നു ഗൈസ്. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കാണുന്നതാണ് നമ്മുടെ, അത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ചന്ദ്രണ്ണൻ. നമ്മുടെ ഇവിടുത്തെ
അണ്ണനാണ് ഞാൻ കുഞ്ഞിനെ തൊട്ട് കണ്ടേ. അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം പറ, 10 പേര് അറിയട്ടെ, പറ. ദൂരെന്ന് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊച്ചു വരുമ്പോൾ തോന്നി. പുള്ളി പറയാണ് ഞാൻ 16 വയസ്സ് തോന്നിക്കും. എന്തോ വളരുന്നില്ലേ, പ്രായമാവുന്നില്ലേ, കുഞ്ഞായി വരുവാന്ന. മമ്മൂട്ടിയുടെയും എന്റെയും ബ്ലഡിൽ ഒരേ രക്തമാണ്, അതുകൊണ്ട് പ്രായം അറിയത്തില്ല. പുള്ളി പറയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവർ പറയാം എന്റെ കുശുമ്പ് പറയായിരുന്നു. എനിക്കറിയാം കുശുമ്പായിരിക്കുമെന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞ കുശുമ്പ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, നീ കുഞ്ഞായി വരുവാണോ, 16 വയസ്സിൽ തോന്നിക്കുന്നത്. ഞാൻ പറഞ്ഞ റിപ്പീറ്റ് പറയണം ഇത്, എനിക്ക് 10 പേരെ അറിയിക്കണം ഇത്. ചേച്ചി എവിടാ, ആരാ ചേച്ചിയാണ്? നമ്മള് അയ്യോ എന്റെ വേണ്ട, അവർക്കെല്ലാം ക്യാമറ കയറാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ചന്ദ്രനല്ലേ ഞാൻ കൊച്ചിലെ തൊട്ട് കാണുന്നതാണ് കേട്ടോ പുള്ളി. അപ്പൊ ശരി, ഞാൻ പിള്ളേരവിടെ വെയിറ്റിംഗ് ആണ്. പക്ഷെ പുള്ളി ഇത് പറഞ്ഞപ്പം ഇതെടുക്കണ്ടേ, ഇതൊക്കെയാണ് എടുക്കേണ്ടത്. പോട്ടെന്ന് വലിയ സന്തോഷമായി അത് കേട്ടപ്പം. കാരണം എന്താന്ന് വെച്ചാല്, കാരണം ബാക്ടീരിയ. അങ്ങനല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബ്ലഷിങ് ഉണ്ടാവുമല്ലോ, പ്രായം അറിയത്തില്ലെന്ന്. അല്ല, ഇത് പലപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നിടത്തൊക്കെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടേ. നമ്മുടെ ജീവൻ നിലനിർത്തും, നമ്മുടേതല്ല, സസ്യങ്ങളുടെ പോലും ജന്തുക്കൾ പോലും എല്ലാവരുടെയും ജീവൻ നിലനിർത്തുന്നത് ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും, ആസ്വദിച്ച് കഴിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് അതാണ്, രുചി ാണ് പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നാക്കാണ് നമുക്ക് രുചി അറിയാനെ കൊണ്ടും ചവച്ച് മിക്സ് ചെയ്യാനെ കൊണ്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നാക്കാണ്. ഉള്ളിലെന്ന് പറഞ്ഞാൽ നാക്ക് പ്രധാനമായിട്ട് എടുത്താൽ അതിനകത്തിൽ ആരുണ്ട് അതൊന്നും നോക്കണമെന്നില്ല. ഇങ്ങനെ മതിയോ? ഇങ്ങനെയൊക്കെ ഉള്ളതങ്ങ് എടുക്കും. പറഞ്ഞ് മനസ്സിലായോ? നിന്നു അടുത്ത അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ശരിക്കും അങ്ങ് കുഴപ്പി, ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോൾ ചോറ് കഴിക്കണം. ആഫ്റ്റർനൂൺ എന്താണ് പരിപാടി എന്ന് ഇതുവരെ ഒന്നും ഒരു പ്ലാനിങ് ഇല്ല. സാധാരണഗതിയിൽ ഒന്നിൽ ആരെങ്കിലും കൂട്ടുകാർ വീട്ടിലോട്ട് വരും, ഇല്ലെങ്കിൽ അവരുടെ കൂടെ ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങും. അങ്ങനെയൊക്കെയാണ് സൺഡേ ദിവസം വരാറ്. ഇന്ന് എന്താണെന്നൊരു പ്ലാനിങ് ഇല്ല. എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട്, ഒരു വിശപ്പ് പോലെ. അതായത് ചോറൊക്കെ അല്ല, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വല്ല മസാല ദോശയോ അങ്ങനെയൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെൻ്റൽ. ഇനി എന്തായാലും ചോറ് കഴിക്കാൻ തൽക്കാലം മസാല ദോശയില്ല, അതുകൊണ്ട് ചോറ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, വേറെ എന്തൊക്കെയോ പണികളുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെ രാവിലെ മഴയ്ക്ക് ശേഷം പെയ്തില്ല, അതുകൊണ്ട് തുണി ഉണങ്ങിയില്ലെങ്കിലും വെള്ളമെല്ലാം തോന്നിയിട്ടുണ്ട്, അത് വലിയൊരു സന്തോഷം. ചോറ് കഴിക്കാൻ പോകുന്നു. ചോറ്, മോര് കറി, മുളക് ചമ്മന്തി, പിന്നെ ചീരത്തോരന്. ചുമന്ന ചീരത്തോരനും മുട്ടയും കൂടി ഇട്ട തോരന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ്. ചീരയുടെ കൂടെ മുട്ട ഇട്ട് വയ്ക്കുന്നത്. അച്ഛൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇനിയും കഴിക്കാൻ പോകുന്നു. ചോറ് കഴിക്കുക. 1:44 കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്ന സമയം. മിക്ക ദിവസങ്ങളിലും കറക്റ്റ് 1 മണി സമയത്തൊക്കെ കഴിക്കുന്നത്, പക്ഷെ ഇന്ന് 1:45 കാരണം ഞാൻ വന്നത് 12:50 കഴിഞ്ഞപ്പോഴാണ് അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് ഒത്തിരി കറിയൊന്നും വെച്ചില്ല, ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാൻ മതി. ഇനിയിപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പണികളുണ്ട്. രാവിലെ ഞാൻ മുറ്റം കുറച്ച് തൂത്തായിരുന്നു, അപ്പം ഇനി ബാക്കി തൂക്കണം. ഇപ്പം അത്യാവശ്യം തോന്നുന്നിപ്പുണ്ട്, അത്യാവശ്യം വെയിലും ഉണ്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കഴുകിയിട്ട തുണി കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അടുത്ത ദിവസമൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണ്ടേ, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചീരയും മുട്ടയും കൂടെ ഉള്ള തോരനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാനും പറ്റുമല്ലോ, നല്ല ടേസ്റ്റാണ്. വെറുതെ ഒരു ഈവനിങ് വോക്കൊക്കെ നടത്തിയിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് ഇപ്പോൾ ഒരു 6:30 ആവുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ പുറത്ത് ചാടും. പുറത്ത് ചാടുമെന്ന് വെച്ചാൽ കൂട്ടുകാരിപ്പോൾ വരും, അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചിട്ട്. അവളെ ഇനി വിളിക്കണം, വിളിച്ചെങ്കിലേ വരുള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ഇരുന്നില്ല, ചുമ്മാ ഇറങ്ങി നടക്കാനൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് വന്ന് കയറിയ കൂട്ടത്തിൽ പാലും കൂടെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ചായ ഇടും, അത് കഴിഞ്ഞ് വെറുതെ പുറത്തോട്ടൊന്നിറങ്ങും.
പിന്നെ വൈകിട്ടാവും. ഇന്നിപ്പോൾ സന്ധ്യയ്ക്ക് ട്യൂഷനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ നാളെ തൊട്ട് വീണ്ടും ഒരു തിരക്കല്ലേ. അപ്പം ആകെ കിട്ടുന്ന സൺഡേയിൽ ഇങ്ങനെയൊക്കെയും ചെയ്യും. അപ്പം നമുക്കൊന്ന് പോകാം. ഞങ്ങളുടെ വണ്ടിയിൽ ചുമ്മാ ഇറങ്ങിയതാണ്. ഇത് കാണാൻ പറ്റുന്ന റോഡിൽ കൂടി ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ്. സന്ധ്യയായപ്പോൾ അഭ്യാസം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. 7:18 സമയം. അയ്യോ ദേ ഫോൺ പറഞ്ഞു. രാത്രിയിൽ ഇപ്പോൾ കുറേ നാളുകൊണ്ട് മിക്ക ഞായറാഴ്ചകളിൽ വൈകുന്നേരം ഇതേപോലെ ഇറങ്ങാറുണ്ട്. അങ്ങനെ ഇറങ്ങി എന്നിട്ട് ഒരു കാര്യമില്ലാതെ വണ്ടി നല്ല ചട്നി അത് കാണാൻ പറ്റുമോ? അയ്യോ അത് കഴിഞ്ഞു പോയി. അവിടെ ആ സൈഡിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയേ. നല്ല ചൂട് ഉഴുന്നുവടയും നല്ല ചട്നി അവിടെ കിട്ടും. ഞങ്ങൾ മിക്ക ദിവസവും അവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ സൺഡേയിൽ അവരില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം നമുക്ക് ഡേ ഇൻ ലൈഫിൻ്റെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയും വരാം കേട്ടോ ഒരു ദിവസം. അപ്പം അങ്ങനെയാണ്. ഇനി നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് ഒരു കല്യാണ വീടുണ്ട്, അപ്പോൾ അവിടെ പോകുന്നുണ്ട്. അവിടെ പോയി ഫുഡ് അടിക്കും. ഇതൊക്കെയാണ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അവിടുന്ന് നേരെ കൂട്ടുകാരുടെ വീട്ടിൽ വരുമെന്ന്. അപ്പം ഇവിടെ വന്ന് അവൾ കല്യാണ വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അവരുടെ കൂട്ടത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട്. അപ്പോൾ അവിടെ പോകണം, ഫുഡ് അടിക്കണം, അതാണ് പ്രധാനം. അതിന് വേണ്ടിയാണല്ലോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. അതോടുകൂടി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടി കൂടെ കാണും. അപ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇവിടെ വന്നു, അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൊണ്ടുവന്നവൾ ഇവരുടെ വീട്ടിനകത്ത് അടുക്കളയിലെങ്ങാനും കാണും, അവിടെ പോയി കാണും. അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുക്കളയിൽ പോയി വല്ല എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി തിന്നാനെങ്ങാണ്ട് പോയാൽ തോന്നും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി കല്യാണ വീട്ടിൽ പോകും. കല്യാണ വീട്ടിൽ പോയി ഞാൻ എടുക്കില്ല വ്ളോഗ്, കാരണം എനിക്ക് നാണമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അവിടെ അപ്പമായിരുന്നേ. അത് കഴിച്ച് ഞാൻ അവിടെ നിന്ന് എടുക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് വെച്ച് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇവിടെ വന്നിട്ട് അച്ഛന് ഫുഡ് ഉണ്ടാക്കി ഞാൻ കൊടുത്തു. അച്ഛൻ എന്നും വൈകിട്ട് ചോറല്ല കഴിക്കുന്നത്, ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന അച്ഛൻ കഴിക്കുന്നു. ഞാൻ പതിവ് പോലെ എൻ്റെ ബ്രഷിങ് കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പരിപാടിയൊക്കെ തീരാറായി. സൺഡേ ആണെങ്കിൽ കൂടി ഞാൻ 9-12 വരെയും ബിസിയായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നാളെ കുട്ടികൾക്ക് ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് ബയോളജി ആണേ. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നേരെ പോയി അങ്ങ് എടുക്കും. പക്ഷേ ഫിസിക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രഷിംഗ് കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി അതൊന്ന് പ്രിപ്പയർ ചെയ്യണം. ശേഷം നമ്മൾ ഉറങ്ങാനായിട്ടാണ് പോകുന്നത്. വേറെ പരിപാടികളൊന്നും ഇനിയില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ കാണുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ ഇന്ന് പകുതി ഓക്കെയും പകുതി മൂഡ് ഓഫും ആയിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മോർ ആക്റ്റീവായ പോലെ തോന്നി. നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ, ചില ദിവസം അങ്ങനെയാണ്. ചില ദിവസം ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും കംപ്ലീറ്റ്, ചില ദിവസം ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ മുഖത്ത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അലോവേര ജെല്ലൊക്കെ ഇട്ടു. അലോവേര ജെൽ പ്ലസ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പിന്നെ കുറച്ച് ഗ്ലിസറിന് കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ തേക്കുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അലോവേര ജെല്ല് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഈ ഒരു കണ്ണാടി എടുത്ത് വെക്കും ഗൈസ്. ബിക്കോസ് രാവിലെ എഴുന്നേറ്റ് വരുന്ന എനിക്ക് എൻ്റെ മുഖം ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ ഞാൻ എടുത്തിങ്ങനെ കണ്ണാടി നോക്കും. എനിക്കത് നിർബന്ധമാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ പറ, എന്താ ചെയ്യാൻ പോകുന്നത്? സ്പ്രേ അടിക്കും. നിങ്ങൾക്ക് വിചാരിക്കും ഇത് വട്ടാണെന്ന്, പക്ഷേ
എനിക്ക് ഉറങ്ങാൻ നേരത്തെ ഇതും വേണം. നല്ലൊരു ഫ്രഷ്നെസ്, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമൊക്കെയാടാ, നല്ലൊരു പോസിറ്റീവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസം. അടുത്ത ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് എന്നും കാണാം, നമുക്ക് എന്നും സംസാരിക്കാം. അപ്പോൾ ഓക്കെടാ, ഗുഡ് നൈറ്റ്.